ഇന്ന് രാവിലെ ഒരു ടെലിവിഷൻ ചാനലിൽ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ രണ്ടുപേരും വലിയ സമ്പന്നരാണ് എന്നാണ്. ഈ രണ്ടുപേരും സമ്പന്നരാണ് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വയ്ക്കാൻ കഴിയില്ല. രണ്ടുപേരും അവരുടെ വിദ്യാഭ്യാസം കൊണ്ടാണ് സമ്പന്നതയിലോട്ട് ഉയർന്നത്. ആ വിദ്യാഭ്യാസത്തിനുള്ള അവസരം കേരളത്തിൽ ഇപ്പോൾ എത്ര കുട്ടികൾക്ക് നൽകാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നുണ്ട്? ഇവിടെ നടത്തുന്ന SFI എന്ന് പറയുന്ന നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയെ തള്ളിപ്പറയാൻ ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പോലും തയ്യാറായി. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതോ CPI സംസ്ഥാന സെക്രട്ടറിയെ നിങ്ങൾ തള്ളിപ്പറയുമോ? നല്ല ചോദ്യമാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ നിലപാടായിരിക്കും CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുക. SFI എന്നല്ല, ഏത് പ്രവർത്തകനാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചല്ലോ, CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേരളത്തിലെ മന്ത്രിയും തെറ്റായ ഉദ്ധരിച്ചാൽ പോലും അത് തിരുത്തിക്കാൻ കെൽപ്പുള്ള പ്രസ്ഥാനമാണ് CPIഎം. അതുപോലെ തന്നെയാണ് SFIയുടെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തിക്കപ്പെടാനുള്ള ശേഷിയുണ്ട്, തിരുത്തിക്കപ്പെടും.